Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം നേതൃത്വത്തെ അണികൾ തിരുത്തണം പ്രകാശനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു പുസ്തകം പ്രകാശനം ചെയ്തു. VS അനിൽകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം നേതൃത്വത്തെ അണികൾ തിരുത്തണം പ്രകാശനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു പുസ്തകം പ്രകാശനം ചെയ്തു. VS അനിൽകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. വിമർശനം ഉന്നയിച്ചാൽ വിരോധം വച്ചു പുലർത്തുന്ന രീതിയാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നതെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി പയ്യന്നൂരിലെ പാർട്ടിയെയും രക്ഷിക്കണം, കുഞ്ഞികൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പാർട്ടിയുടെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് 3 ഭാഗങ്ങളിലായിട്ടാണ് പുസ്തകത്തിൽ വിവരിക്കുന്നത്. പാർട്ടി തന്നെ അവതരിപ്പിച്ച കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിലൂടെ വിവരങ്ങൾ പുറത്തുവിടുന്നത്. പക്ഷെ കമ്മിറ്റി കൊടുത്ത കണക്ക് 20 ആളിൽ നിന്ന് ഫണ്ട് മുറിച്ചു, 20 പേരിൽ നിന്ന് ഫണ്ട് മുറിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നൽകിയ കണക്ക്. ബാക്കി 8 പേരുടെ പണം എവിടെ പോയി? അതിന് TA മധുസൂദനൻ മറുപടി പറയേണ്ട ഒരു കാര്യം. ഈ 1-2 ബുക്ക് ഓഡിറ്റിന് ഹാജരാക്കാതെ അതിന് വ്യാജ റസീത് അച്ചടിച്ചിട്ടാണ് ഓഡിറ്റിന് ഹാജരാക്കുന്നത്. എന്തിനാ വ്യാജ റസീത് അടിക്കുന്നത്? പറഞ്ഞ കാര്യം ഈ റസീറ്റ് കാണാതായി പോയി. ഓഫീസ് സെക്രട്ടറി വ്യാജ റസീറ്റ് അടിച്ചു. 6 ദിവസമേ ആകെ അച്ചടിച്ചിട്ടുള്ളൂ റസീറ്റ്. അതിൽ 4 ബുക്കിൽ ഒരു റസീറ്റ് പോലും കുറിച്ചിട്ടില്ല. ഓരോ കണക്കുകളും പുസ്തകത്തിൽ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. 5 വർഷമായിട്ടും പാർട്ടി തെറ്റുതിരുത്താത്ത സാഹചര്യത്തിലാണ് എനിക്ക് ഇത് എഴുതേണ്ടി വന്നതെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. വൈകിട്ട് 3:30 തീപിടുത്തത്തിൽ പുൽമേടുകളും ജൈവവൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ ഇന്ന് വൈകിട്ട് 3:30 തീപിടുത്തമുണ്ടായത്. മാടായിപ്പാറയിലെ മാടായിക്കാവ് ബസ് സ്റ്റോപ്പിന് പിറകുവശത്തായാണ് തീപിടുത്തമുണ്ടായത്. നിമിഷനേരം കൊണ്ട് പാറയിലെ അപൂർവമായ സസ്യങ്ങളും ജന്തുവൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. സാമൂഹ്യവിരുദ്ധർ തീയിടുന്നതാകാം അടിക്കടി തീപിടുത്തത്തിന് കാരണമാകുന്നതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് തീയണച്ചത്. 10-ലധികം തവണ ഇത്തവണ മാടായിപ്പാറയിൽ തീപിടുത്തമുണ്ടായി. പയ്യന്നൂരിൽ നിന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് അഗ്നിശമന സേന എത്തുന്നത്. ഇത് തീ പടർന്നു പിടിക്കുന്നതിന് കാരണമാകുന്നു. ഒരു 20ഓളം ഫയർ കോളുകൾ ആകെ ഉണ്ടായിട്ടുണ്ട് സ്റ്റേഷനിൽ. പക്ഷെ അതിലൊരു 11ഓളം കോള് ഈ മാടായിപ്പാറയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ പുല്ല് തീ പിടിച്ച് കത്തിക്കയറി കൂടുതലും കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കോള് ഈ കോളേജ് പിള്ളേർ തന്നെ അവരും കൂടെ സഹായിച്ച കെടുത്തിയത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ തോമസ് ഡാനിയലിന്റെ നേതൃത്വത്തിലാണ് തീയണച്ചത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ P. വിജയൻ, അരുൺ K. നമ്പ്യാർ, നന്ദകുമാർ M, കലേഷ് വിജയൻ, സതീഷ് T. K, ജിനോ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. പഴയങ്ങാടി കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ പഴയ RTO ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്ത് തീപിടുത്തം. ഇന്നുച്ചയ്ക്ക് 12:30 സംഭവം. കൂട്ടിയിട്ട മരത്തിലും സമീപത്തെ പറമ്പിലുമാണ് അഗ്നിബാധയുണ്ടായത്. പയ്യന്നൂർ പഴയ RTO ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്താണ് തീപിടുത്തമുണ്ടായത്. ഇന്നുച്ചക്ക് 12:30 കൂടിയാണ് സംഭവം.
കൂട്ടിയിട്ട മരത്തിലും സമീപത്തെ പറമ്പിലുമാണ് തീപിടുത്തമുണ്ടായത്. വിവരമറിയിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ തോമസ് ഡാനിയലിന്റെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കുറ്റിക്കാടുകളും ഉണങ്ങിയ മരങ്ങളും അടങ്ങിയ പ്രദേശത്ത് ഏറെ നേരത്തെ പരിശ്രമത്തെ തുടർന്നാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. സേനാംഗങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വിജയൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഉന്മേഷ്, കലേഷ്, ലിഗീഷ്, നന്ദകുമാർ, ഹോംഗാർഡ് ശ്രീജേഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ സ്വകാര്യ ബസ് തകരാറിലായതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ആംബുലൻസ് ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. KSTP റോഡിലെ പഴയങ്ങാടി താവം മേൽപ്പാലത്തിലാണ് യന്ത്ര തകരാർ മൂലം സ്വകാര്യ ബസ് നിന്നുപോയത്. ഇന്നുച്ചയോടെയാണ് സംഭവം. പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ ഗിയർ കുടുങ്ങിയതാണ് ഗതാഗതക്കുരുക്കിന് കാരണമായത്. പാലത്തിൽ ഇരുവശത്തേക്കും വലിയ ഗതാഗതക്കുരുക്കാണ് രൂപപ്പെട്ടത്. ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങി. വിവരമറിഞ്ഞെത്തിയ പഴയങ്ങാടിയിലെ ടെമ്പോ ഡ്രൈവർമാർ ചേർന്ന് ടെമ്പോയിൽ കയറുകെട്ടി വലിച്ചാണ് ബസ് പാലത്തിൽ നിന്ന് നീക്കിയത്. ഏറെ പരിശ്രമത്തിനൊടുവിലാണ് ബസ് പാലത്തിന്റെ ഒരു വശത്തേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ടെമ്പോ ഡ്രൈവർമാരുടെ സമയോചിതവും കൃത്യവുമായ ഇടപെടലിലൂടെയാണ് മണിക്കൂറുകളോളം നീണ്ട ഗതാഗതക്കുരുക്ക് അഴിക്കാൻ സാധിച്ചത്. ബ്ലോക്കായത് ബസ്സിൻ്റെ ഗിയർ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ബസ് വഴിക്കാതാണ്. അപ്പോൾ എന്നിട്ട് നമ്മളെ സ്റ്റാൻഡിലെ ടെമ്പോ ഡ്രൈവർമാരെ വിളിച്ച് നമ്മൾ എന്നിട്ട് കയറും വണ്ടിയിലായി വന്ന് കെട്ടി വലിച്ചിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. നമ്മൾ വന്നുകൊണ്ട് ഇല്ല ബ്ലോക്ക് പോലീസ് വരുമ്പോൾ നമ്മളെല്ലാം വണ്ടി നീക്കി കളി. ബസ് നീക്കിയതോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം സാധാരണ നിലയിലായി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണാടിപ്പൊയിലിൽ പാറപ്രദേശത്ത് കൃഷി ചെയ്ത് വിജയഗാഥ തീർക്കുകയാണ് കർഷകനായ പ്രതീഷ് കുട്ടൻ. അരയേക്കറോളം സ്ഥലത്ത് നേന്ത്രവാഴയും ഇടവിളയായി വെള്ളരിയുമാണ് കൃഷി ചെയ്തത്. വേനൽക്കാലവും വിഷുവിപണിയും ലക്ഷ്യമാക്കിയാണ് കർഷകനായ പ്രതീഷ് കുട്ടൻ കണ്ണാടിപ്പൊയിലിൽ കൃഷി നടത്തിയത്. അരയേക്കറോളം സ്ഥലത്ത് നേന്ത്രവാഴയും ഇടവിളയായി വെള്ളരിയുമാണ് കൃഷി ചെയ്തത്. കഴിഞ്ഞ വർഷവും പ്രതീഷ് ഇവിടെ കൃഷി ചെയ്തിരുന്നു. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ഇത്തവണയും 100 മേനി വിളവാണ് കൃഷിയിലൂടെ ലഭിച്ചത്. എരമംകുറ്റൂർ കൃഷിഭവന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് കർഷകനായ പ്രതീഷ് കുട്ടൻ പറഞ്ഞു. ഏകദേശം ഒരു 700ഓളം വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. 700 വാഴ നട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇടവേളയായിട്ട് പിന്നെ വെള്ളരി, പിന്നെ വഴുതനങ്ങ, വെണ്ട എന്നിവ നട്ടു. വെള്ളരി മോശമല്ലാത്തൊരു വിളവാണ് കിട്ടിയത്. ഏകദേശം 10-15 കിൻഡൽ മേലെ വിളവ് കിട്ടി. കുഴപ്പമില്ലായിരുന്നു. കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃഷിയിടം സന്ദർശിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകി വരുന്നുണ്ട്. കൃത്യമായ വളം, വെള്ളം, പരിചരണം എന്നിവ നൽകുന്നതുകൊണ്ടാണ് കൃഷിയിൽ വിജയം കൈവരിക്കാൻ പ്രതീഷിന് സാധിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി യോഗം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക വർഷം കൊണ്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതിലൊക്കെ 16ാം പഞ്ചവത്സരത്തിൽ ഏറ്റവും അവസാനത്തെ പദ്ധതി നിലയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ലാഭക നിലയ്ക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനമായി നടക്കേണ്ടത് വർക്കിംഗ് ഗ്രൂപ്പിന്റെ നല്ല ചർച്ചയാണ്. ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചടങ്ങിന് വേണ്ടി മാത്രം നിർവഹിക്കപ്പെടുന്ന ഒന്നാണ്. നടക്കേണ്ടത് 16 വർക്കിംഗ് ഗ്രൂപ്പുണ്ട്. വൈസ് ചെയർമാൻ പി ശ്യാമള അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം രാമകൃഷ്ണൻ, വി പി മോഹനൻ, എം പ്രദീപൻ, കെ സീമ, ടി വി ഷീബ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി പി സന്തോഷ് കുമാർ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വിട്ടുകൊടുത്ത നടക്കാവിലെ 14 ഏക്കർ വരുന്ന സ്ഥലത്ത് നിർമ്മിച്ച MRC കൃഷ്ണൻ സ്മാരക മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ഫെബ്രുവരി 8 രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്റ്റേഡിയം ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു.
50 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലും ഒളിമ്പിക് നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര നീന്തൽക്കുളത്തിൽ ജലശുദ്ധീകരണ സൗകര്യം പ്രത്യേകതയാണ്. വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, ഷട്ടിൽ ബാഡ്മിന്റൺ എന്നിവയ്ക്കൊപ്പം മറ്റ് ഇൻഡോർ കളികളും നടത്താനുള്ള സൗകര്യമുണ്ട്. പരിശീലനത്തിനായി പ്രകൃതിദത്ത സെവൻസ് ഫുട്ബോൾ ടർഫും സ്റ്റേഡിയത്തിലുണ്ട്. പ്രമുഖ കായിക പരിശീലകനായിരുന്ന എടാട്ടുമ്മലിലെ MRC കൃഷ്ണന്റെ നാമധേയത്തിൽ സ്ഥാപിച്ച മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ഫെബ്രുവരി 8 രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കായിക മന്ത്രി അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന പരിപാടി വിജയമാക്കുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, കാഞ്ഞങ്ങാട് DYSP KP സുരേഷ് ബാബു, കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B ഡാലിയ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം PP അശോകൻ എന്നിവർ പ്രസംഗിച്ചു. കാസർഗോഡ് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AK ശശീന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം എന്നിവർ രക്ഷാധികാരികളും M രാജഗോപാലൻ MLA ചെയർമാനും കായിക യുവജന മന്ത്രാലയം ഡയറക്ടർ P വിഷ്ണുരാജ് ജനറൽ കൺവീനറുമായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ LP വിഭാഗം കുട്ടികൾക്കായി ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഫെസ്റ്റ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരുൺ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ LP വിഭാഗം കുട്ടികൾക്കായി ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പലിയേരി AV സ്മാരക വായനശാല ഹാളിൽ നടന്ന ഫെസ്റ്റ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരുൺ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തിട്ട് ഇന്നേക്ക് ഒരു 2 മാസം പൂർത്തീകരിക്കുകയാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ മികവുറ്റതാക്കി തീർക്കുന്നത് ആ പഞ്ചായത്തിലെ സ്കൂളും ആ സ്കൂളിലെ കുട്ടികളുടെ അക്കാദമിക നിലവാരവും കായികപരവും മേഖലയിലുള്ള നിലവാരവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണസമിതി ആദ്യഘട്ടത്തിൽ തന്നെ ആലോചിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിഷയം വിദ്യാർത്ഥികൾക്ക് ഈ പഞ്ചായത്തിനകത്തുള്ള സ്കൂളുകൾക്ക് മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നത് തന്നെയാണ്. PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ രവീന്ദ്രൻ മാസ്റ്റർ, M ശശിമോഹനൻ, TV രാമചന്ദ്രൻ, രാജശ്രീ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. AG ഷംസുദ്ദീൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെളുത്ത കോട്ടുകൾ ധരിച്ച് സേവന സന്നദ്ധരായി കുട്ടി ഡോക്ടർമാർ ഇനി ഹൈസ്കൂളുകളിലെത്തും. പ്രവൃത്തി ദിവസങ്ങളിൽ സഹപാഠികളെ കേൾക്കുകയും പരിഹാരമാർഗം തേടുകയും ചെയ്യുക എന്നതാണ് കുട്ടി ഡോക്ടർമാരുടെ മുഖ്യ ചുമതല. 8ാം തരത്തിൽ പഠിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് 3 ദിവസം നീളുന്ന ആരോഗ്യ കേരളം കൗമാര ആരോഗ്യ പദ്ധതിയിലൂടെ പരിശീലനത്തിന് തുടക്കമിട്ടത്. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം പിയർ എഡ്യൂക്കേറ്റേഴ്സ് ബ്ലോക്ക് തല പരിശീലന പരിപാടി ചെറുവത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിലാണ് നടന്നുവരുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരും എന്ന് പേരിട്ട പരിശീലനത്തിൽ വളർച്ച, ആരോഗ്യവും ആനന്ദവും, ആരോഗ്യകരമായ ശീലങ്ങൾക്ക് ആരോഗ്യമുള്ള മനസ്സ്, പ്രജനന ലൈംഗിക ആരോഗ്യം, കൗമാരത്തിൽ അതിക്രമങ്ങളോടുള്ള പ്രതിരോധം, എൻ്റെ അവകാശങ്ങളും അർഹതകളും, ആരോഗ്യവും പരിസരവും തുടങ്ങി 8 ഭാഗങ്ങളിൽ 3 ദിവസങ്ങളിലായാണ് പരിശീലനം. അഭിഭാഷകർ, പോലീസ്, കില പരിശീലകർ, ആരോഗ്യരംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട്. 8ാം തരത്തിൽ പഠിക്കുന്ന 70 വിദ്യാർത്ഥികളാണ് കുട്ടി ഡോക്ടർമാരുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പരിശീലന പരിപാടി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ റെക്കോർഡ് നേടിയ കായിക താരം T സോന ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TA രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PK മധു, PV മഹേഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PM തോമസ്, ഹെൽത്ത് നഴ്സ് P സുമ, പ്രോഗ്രാം കോർഡിനേറ്റർ V പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കൗമാര ആരോഗ്യ പദ്ധതിയായ തളിരിൽ ഉൾപ്പെടുത്തിയാണ് PR എഡ്യൂക്കേറ്റേഴ്സിന് യൂണിഫോം കോട്ട നൽകിയത്. RKS പദ്ധതി വഴി ബാഗും റഫറൽ ബുക്കുകളും കുട്ടികൾക്ക് വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി മുട്ടുകണ്ടി പടമടക്കി തമ്പുരാട്ടി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞ് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. പഴയങ്ങാടി മുട്ടുകണ്ടി പടമടക്കി തമ്പുരാട്ടി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
കലവറ നിറയ്ക്കൽ, മഹാഗണപതി ഹോമം, നവക പൂജ, നവകാഭിഷേകം എന്നിവയും നടന്നു. പടമടക്കി തമ്പുരാട്ടി, വൈത്തറ, പൊട്ടൻ, ഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. പടമടക്കി തമ്പുരാട്ടി, ധർമ്മദൈവം, മറ്റ് ഉപദേവതകളുടെയും അനുഗ്രഹത്തിനായി നിരവധി ഭക്തരും ക്ഷേത്രത്തിലെത്തിയിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു പടമടക്കി തമ്പുരാട്ടിയുടെ പുറപ്പാട്. ക്ഷേത്രത്തിലെത്തിയവർക്ക് പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കൊടക്കവയലിന്റെ മധ്യഭാഗത്തുകൂടി കടന്നുപോയിരുന്ന ഒരു പരമ്പരാഗത തോടിനെ മനോഹരമായി മോടി പിടിപ്പിച്ച ഇക്കോ ടൂറിസത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ഊന്നൽ നൽകിയുള്ള പ്രൊജക്ട് ഒരുക്കി മാതൃകയായിരിക്കുകയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. ഇന്നിവിടം വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിലാണ്. ചെറുവത്തൂര് കുട്ടമത്ത് അമ്പലത്തിന് താഴെയുള്ള വയലിൽ സ്ഥിതി ചെയ്യുന്ന വയൽക്കാറ്റ് എന്ന സ്ഥലത്ത്. കൊടക്കവയലിന്റെ മധ്യഭാഗത്തിലൂടെ ഒരു കാലത്ത് നിശബ്ദമായി ഒഴുകിയിരുന്ന പരമ്പരാഗത തോട് ഇന്ന് പുതിയ ഭംഗിയോടെ പുനർജന്മം നേടിയിരിക്കുകയാണ്. ചുറ്റുപാടും അതിമനോഹരമായ പച്ചപ്പണിഞ്ഞ പാടങ്ങൾ, സായാഹ്നങ്ങൾ ചില്ലാക്കാനും വൈബാക്കാനും പറ്റിയ ഒരു അടിപൊളി ഇടം. പച്ചപ്പണിഞ്ഞ പാടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. രാവിലെ ഒരു മഞ്ഞുതുള്ളി വീഴുമ്പോൾ പോലും പൊന്നുരുക്കം പോലെ തിളങ്ങുന്ന നെൽത്താളുകൾ കാറ്റിനോടൊപ്പം ആടിയുലഞ്ഞ് പ്രകൃതിയുടെ നിശബ്ദ സംഗീതം മുഴക്കുന്നു. ജനപ്രതിനിധികൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ നാട് എത്രത്തോളം മനോഹരമായി മാറുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നാം ഇവിടെ കാണുന്നത്. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഈ വയൽക്കാറ്റ് ഇന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ മനസ്സിൽ സമാധാനത്തിന്റെ ഒരു കവാടമായി മാറുകയാണ്. എൻ്റെ സ്ഥലം പയ്യന്നൂർ കണ്ടോത്ത്. എങ്ങനെയാ ഇവിടെ എത്തിച്ചേർന്നത്? എങ്ങനെയാ? ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി കുറെ ഇങ്ങനെ കണ്ട് കേട്ടു, ഒന്ന് കാണാന്ന് വെച്ച് വന്നതാ. അങ്ങനെ കുടുംബക്കാരെ എല്ലാവരും കൂട്ടിയിട്ട്? കുടുംബക്കാരിൽ വന്നു. അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മോളുണ്ട്. എങ്ങനെ പൊതുവെ ഇവിടെ വന്നിട്ട് ഇവിടെ ആംബിയൻസ് എന്ത് തോന്നി? നല്ല ഫുൾ ഗ്രീനറി, നല്ല സീനറി, എല്ലാം നല്ല വ്യൂ. ജനപ്രതിനിധികളുടെ ദൂരദർശിതയും നാട്ടുകാരുടെ സഹകരണവും ചേർന്നപ്പോൾ വയൽക്കാറ്റിന് പുതിയ ജീവൻ ലഭിച്ചു. വികസനത്തിനൊപ്പം പ്രകൃതിയെയും സംരക്ഷിക്കാമെന്ന സന്ദേശം നൽകുന്ന ഈ പദ്ധതി നാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്നു. നല്ലൊരു പാർക്കാണ്. നമ്മൾ ഏറ്റവും ഈ ഒരു കാസർഗോഡ് കണ്ണൂർ നല്ലൊരു മെച്ചപ്പെട്ട ഒരു പാർക്ക്. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ്, വികസനം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരല്പസമയം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് വിശ്രമിച്ചാൽ മൈൻഡ് ഒന്ന് റിലാക്സ് ആകും. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേശനും ആശിഷിനുമൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഭിന്നശേഷി പ്രത്യേക ഗ്രാമസഭ ചന്തപുര സാംസ്കാരിക നിലയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണ ഭിന്നശേഷി പ്രത്യേക ഗ്രാമസഭ ചന്തപുര സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം. നിഷ അധ്യക്ഷത വഹിച്ചു. ടി.ബി. മോഹനൻ, ICDS സൂപ്പർവൈസർ BK സൗമ്യ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഡിവൈഎഫ്ഐ കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി ആതിഥ്യമരുളുന്ന കാങ്കോൽ സെവൻസിന് ഫെബ്രുവരി 5-ന് കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി ആതിഥ്യമരുളുന്ന കാങ്കോൽ സെവൻസിന് ഫെബ്രുവരി 5-ന് കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ കെ രാജൻ സ്മാരക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ഫെബ്രുവരി 17 വരെയാണ് മത്സരങ്ങൾ നടക്കുക. എല്ലാ ദിവസവും മാൻ ഓഫ് ദി മാച്ച് ഉണ്ടാകും. ടൂർണമെന്റിലെ താരം, മികച്ച ഗോൾ കീപ്പർ, മികച്ച ഡിഫൻഡർ, ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്നിവ കൂടാതെ വ്യക്തിഗത പുരസ്കാരങ്ങളും നൽകും. രാത്രി 8 മണി മുതലാണ് മത്സരം ആരംഭിക്കുക. സഹകരണ ആശുപത്രിയുടെ മെഡിക്കൽ പവലിയൻ എല്ലാ ദിവസവും ഉണ്ടാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് PP സിദിൻ, P രാധാകൃഷ്ണൻ, A കരുണാകരൻ മാസ്റ്റർ, TP ജയേഷ്, MV ദീപേഷ്, PV പ്രത്യുഷ്, TP അഭിലാഷ് തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് 2026-27 വർഷത്തെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV രത്നവല്ലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ഭാനുമതി, KP അബ്ദുൽ ഗഫൂർ, MV രാജീവൻ, PK രാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ വിവിധ ഗ്രൂപ്പുകളായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യും. തുടർന്ന് അന്തിമ പദ്ധതി രേഖയുടെ കരട് പട്ടിക വികസന സെമിനാറിൽ പ്രകാശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാതമംഗലം നീലിയാർ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. മാതമംഗലം നീലിയാർ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 3 മുതൽ 8 വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. മാതമംഗലം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. സമാപന ദിവസമായ ഫെബ്രുവരി 8 പുലർച്ചെ 4 മണിക്ക് ഊർപ്പഴശ്ശി വേട്ടയ്ക്കൊരു മകൻ, 5 മണിക്ക് തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം, 12 മണിക്ക് നീലിയാർ ഭഗവതിയുടെ തിരുമുടി ഉയരും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ പ്രമോഷൻ വീഡിയോ പ്രകാശനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രകാശന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ നിർവഹിച്ചു. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ പ്രമോഷൻ വീഡിയോ പ്രകാശനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രകാശന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ നിർവഹിച്ചു. ഒരുപാട് കുട്ടികൾ ആ പരീക്ഷ എഴുതുന്നുണ്ട്. ആ പരീക്ഷയിലെല്ലാം നല്ല മാർക്ക് വാങ്ങി പരീക്ഷ എഴുതിയ എല്ലാ മക്കളും സ്കോളർഷിപ്പ് നേടാൻ ആവശ്യമായ നിലയിൽ നല്ല പരിശീലനവും വീട്ടിൽ നിന്ന് നല്ല നിലക്ക് പഠിക്കുകയും ചെയ്താൽ ഈ ഷോർട്ട് ഫിലിമിൽ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂൾ ഈ നാടിന് മാതൃകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടരികിലെ വീട്ടിലെ ചില മക്കൾ അന്ന് പയ്യന്നൂരെല്ലാം പോയി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെല്ലാം പഠിക്കുന്നവരുണ്ടാവും. PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ രവീന്ദ്രൻ മാസ്റ്റർ, ജ്യോതി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംവിധായകൻ ശരത്ത്, വീഡിയോയിൽ അഭിനയിച്ച നവനീത്, അഷ്റഫ്, അൻസബ്, ദിൽഷ, സനൂപ്, ലതീഷ് എന്നിവരെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം മെയിൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം മെയിൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ക്ഷേത്രവളപ്പിൽ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാം കണ്ണിന് ഒരു കുളിർമ ഏകുന്ന, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രദേശത്താകെ നല്ല നിലക്ക് പ്രചരിപ്പിക്കേണ്ട ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ കൃഷിക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു കൃഷി സമ്പ്രദായത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായ്മയുണ്ട്. പക്ഷേ നമ്മുടെ കൃഷി ഓഫീസറും ഡിപ്പാർട്ട്മെൻറ്റെല്ലാം നല്ല നിലക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു നമുക്കെല്ലാം ഒരു ആവേശകരമാവുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മെയിൻ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് മുൻകൈ എടുത്തു എന്നുള്ളത്. ഇത് ചിലപ്പോൾ അത്യപൂർവമായിട്ടുള്ള സംഭവമായിരിക്കും. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് RK രാധാമണി അധ്യക്ഷയായി. VV പ്രദീപൻ, E പ്രഭാവതി, ഷൈജു പുതിയപുരയിൽ, ഗംഗാധരൻ വെളിച്ചപ്പാടൻ, കൃഷി ഓഫീസർ അനുഷ, കീനേരി ബാലകൃഷ്ണൻ, വിജയൻ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ, ഉമാദേവി, കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.